നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന സുഭാഷ് പണിസ്ഥലത്ത് ആഹാരം കഴിക്കാനിരിക്കുകയാണ്. ആ സമയത്താണ് അവിനാശിന്റെ സഹോദരി ചാന്ദിനി അവിനാശിനുള്ള ആഹാരമൊക്കെ ആയിട്ട് വരുന്നത്. അങ്ങനെ ആഹാരം കഴിക്കുന്ന സമയത്ത് ചാന്ദിനി എന്ത് ചെയ്തു, താൻ ഉണ്ടാക്കിയ കുറച്ച് ചോറും കറികളും ഒക്കെ സുഭാഷിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുഭാഷും കൊടുത്തു. സുഭാഷ് കൊണ്ടുവന്ന ആഹാരം കഴിച്ചിട്ട് ചാന്ദിനി പറഞ്ഞു, സൂപ്പറാ, കൊള്ളാന്നൊക്കെ പറയണം. കുറച്ച് ഹിന്ദിയും കാര്യങ്ങളൊക്കെ സുഭാഷിനും അറിയായിരുന്നു. അപ്പം അറിയാവുന്ന ഹിന്ദി വെച്ച് ചാന്ദിനിയോട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് അവിനാശിനോട് പറഞ്ഞു, കുറച്ച് നാളുകൾ കൂടെ ചാന്ദിനി ഇവിടെ നിൽക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഹിന്ദി പഠിക്കുമെന്ന് പറഞ്ഞു. ചാന്ദിനിയോട് സംസാരിച്ച് അവിനാശിയോട് സംസാരിക്കുമ്പോൾ മലയാളമുള്ള സംസാരിക്കുന്നത്. അവിനാശ് കുറേ വർഷങ്ങളായി കേരളത്തിൽ വന്നിട്ട്. അപ്പം അവിനാശിന് മലയാളം നന്നായിട്ടറിയാം. പക്ഷെ ചാന്ദിനിക്ക് മലയാളം അത്ര നല്ല വശമില്ല. അതുപോലെ സുഭാഷാണ് ഹിന്ദിയും വശമില്ല. പക്ഷെ എന്നാലും പരസ്പരം രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത് കുറച്ച് വാക്കുകളൊക്കെ സുഭാഷ് പഠിച്ചെടുത്തു. അതുപോലെ തന്നെ ചാന്ദിനി കുറച്ച് മലയാളം പഠിക്കുന്നുണ്ട്. അങ്ങനെ അവർ സന്തോഷത്തോടെ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. അതേ സമയത്ത് നല്ല പനിയുണ്ടായിരുന്നു നികേഷിന് പനി കൂടിക്കഴിഞ്ഞപ്പോഴത്തേനും നിധിക്ക് ആ പഴയ ടെൻഷനായി. എന്ത് ചെയ്യണമെന്നറിയില്ല. നിധി അവിടെ വല്ല ഗുളിക എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. അവിടെ ഒന്നും ഒരു ഗുളിക പോലും കണ്ടില്ല. പിന്നീട് നിധി ഭാസ്കറിൻ്റെ അടുത്തേക്ക് വന്നു. ഭാസ്കറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒന്ന് കടയിൽ വരെ പോയിട്ട് വരാമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഭാസ്കരൻ ചോദിച്ചു, എന്താ മോളെ കാര്യം എന്താണെന്ന് ചോദിച്ചു. അതെ, ഒരു ഗുളിക വാങ്ങാനുണ്ടായിരുന്നു. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അത് നികേഷിന് നല്ല പനിയുണ്ട്, അപ്പം അവന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, ശരി, പനി വന്ന ഉടനെ അങ്ങനെ ഗുളിക കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ പനിയൊക്കെ വന്ന് പോവേണ്ടതാ. ഒരു ചെറിയ പനി വന്ന് ഉടനെ ഗുളിക കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് നിധി പറഞ്ഞു, ഞാൻ ഗുളികയുടെ പേര് എഴുതി തന്നുവിടാം, അത് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി. പിന്നെ ഒരു കാപ്പിപ്പൊടിയും കൂടെ മേടിക്കണം, കാപ്പിപ്പൊടി തീർന്നെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ പൈസ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, പൈസ വേണ്ടാന്ന് പറഞ്ഞു. അല്ല, പൈസ ഇല്ലെങ്കിൽ പിന്നെ അച്ഛൻ എങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരുന്നേ? അതെ, ഇത് വാങ്ങിക്കാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇനി കൂടുതൽ പൈസ കൊണ്ട് ഒരു കാര്യം ചെയ്യുക, അക്കൗണ്ടിൽ ഇട്ട് വെച്ചോളാൻ പറഞ്ഞിട്ട് ഭാസ്കരൻ അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കാപ്പിപ്പൊടിയും ഗുളികയൊക്കെ ആയിട്ട് ഭാസ്കരൻ വന്നു. നിധിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എപ്പോഴും ഗുളിക കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, സാരമില്ല അച്ഛാ, പനി വന്നു കഴിയുമ്പോൾ കൊടുത്തില്ലെങ്കിൽ പനി കൂടിയിട്ടുണ്ടെങ്കിലോ അങ്ങനെയൊന്നും കൂടാനൊന്നും പോകുന്നില്ല. ഇവൻ്റെ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പനി ഉണ്ടാവുമായിരുന്നു. ആഴ്ചയിൽ 7 ദിവസത്തിൽ 5 ദിവസം ചിലപ്പോൾ പനിയായിരിക്കും. പക്ഷെ അത് വന്നു പോവും. ഞാൻ വലിയ ഗുളികയൊന്നും കൊടുക്കാറൊന്നുമില്ല. അതുപോലെയൊക്കെ തന്നെയായിരുന്നു ഇവനും ചെറുപ്പത്തിൽ ഇടയ്ക്കിടയ്ക്ക് പനികളൊക്കെ വരാറുണ്ടായിരുന്നു പറഞ്ഞു. ഇത് കേട്ടപ്പം നിധി ഒന്ന് നോക്കി ഭാസ്കരനെ. എന്നിട്ട് ചോദിച്ചു, അല്ല നികേഷിൻ്റെ അമ്മ എവിടുന്നാ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിച്ചു. ഇത് കേട്ട് ഞാൻ ഭാസ്കരൻ നിധിയെ ഒന്ന് നോക്കി. അതൊക്കെ എന്തിനാ മോളറിയണമെന്ന് ചോദിച്ചു. അല്ല, അറിയാനുള്ള ഇത് കൊണ്ട് ചോദിച്ചാ. ഇപ്പം അവരെവിടെയുണ്ടെന്ന് അറിയാമെന്ന് ചോദിച്ചു. എനിക്കെങ്ങനെ അറിയാൻ പറ്റും? അല്ല, അവരെങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ലേ? അതും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതെ അച്ഛൻ വെറുതെ കള്ളത്തരം പറയണ്ട. അച്ഛൻ അറിയാം അവരിപ്പോൾ എവിടെയുണ്ടെന്നുള്ള കാര്യം. അച്ഛൻ വെറുതെ പറയുന്നല്ലേന്ന് ചോദിച്ചു. ഭാസ്കരൻ പറഞ്ഞു, ഇപ്പം അതറിഞ്ഞിട്ട് എന്താവാനായിട്ടാ? തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്നാലും ആ കഥ കേൾക്കാൻ ഒരു താല്പര്യമുണ്ട്. നികേഷിനെ അമ്മയെ കൂട്ടിക്കൊണ്ട് വന്നേ. കഥ കേൾക്കാനൊക്കെ ഭയങ്കര താല്പര്യമല്ലേ? തൽക്കാലത്തേക്ക് ആ കഥ കേൾക്കണ്ടെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, സാരമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാന്ന് പറഞ്ഞുകൊണ്ട് ഗുളികയ്ക്കായിട്ട് നികേഷിൻ്റെ അടുത്തേക്ക് പോയി. പിന്നീട് അവന് കൊണ്ട് ഗുളിക കൊടുക്കുന്നുണ്ട്. ഗുളിക കൊടുത്തിട്ട് കുറച്ചു നേരം നീ റെസ്റ്റ് എടുക്കുക, അപ്പോഴത്തേക്കും കുറഞ്ഞോളും. ഞാൻ നിനക്ക് കഴിക്കാനായിട്ട് എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഒരു ചൂട് കാപ്പി വെച്ച് തരാമെന്ന് പറഞ്ഞു. ഒരു ചുക്ക് കാപ്പിയും കൂടെ വെച്ച് തരുവാണെങ്കിൽ പെട്ടെന്ന് കുറയുമെന്ന് പറഞ്ഞു. നികേഷ് പറഞ്ഞു, വേണ്ട ചേച്ചി, അതൊക്കെ ബുദ്ധിമുട്ടല്ലേന്ന് ചോദിച്ചു. എന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നീതുവിൻ്റെ വരവ് അങ്ങോട്ടേക്ക്. നീതു വന്നു കഴിഞ്ഞപ്പം നിധി എന്നിട്ട് പറഞ്ഞു, നീതുവോ? കയറി വരാൻ പറഞ്ഞു. അല്ല, എന്നെ മനസ്സിലായോ? എനിക്കറിയാമെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ, അന്ന് ഞാൻ കണ്ടതാണല്ലോ എന്ന് പറഞ്ഞു. നിധി പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ പോയേ കാപ്പി എടുത്തോണ്ടായിരുന്നു പറഞ്ഞിട്ട് നിധി അകത്തേക്ക് കയറിപ്പോയി. നികേഷിൻ്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്ന കണ്ടപ്പോൾ നീതി ചോദിച്ചു, എന്താ നികേഷേ, നിനക്ക് എന്തെങ്കിലും വയ്യായ്ക ഉണ്ടോയെന്ന് ചോദിച്ചു. പനിയാന്ന് പറഞ്ഞു. എന്നിട്ട് ഗുളികയൊന്നും കഴിച്ചില്ലേ? ഗുളിക കഴിച്ചു. നിധി അടുത്ത് ഗുളിക വാങ്ങി തന്നായിരുന്നു, കഴിച്ചതുള്ളെന്ന് പറഞ്ഞു. ഇപ്പോൾ കുറച്ച് കുറവുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ പനിയൊക്കെയാ, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് നിധി കോഫിയൊക്കെ കൊണ്ടുവന്ന് 2 പേർ കൂടെ കൊടുക്കുകയാണ്. പിന്നീട് നിധി ചോദിച്ചു, എന്താ നീതു ഈ വഴിക്കൊക്കെ? അല്ല, ഹരീഷേട്ടൻ ഇവിടെ ഇല്ലോ അല്ലേന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു നികേഷ്. അല്ല, എന്തേലും വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ, അതുകൊണ്ടാണോ വന്നേന്ന് ചോദിച്ചു. നീതു പറഞ്ഞു, അതല്ലേ ഉള്ളൂ, പ്രശ്നമല്ലേ ഉള്ളൂ. ഞാൻ ഹരീഷേട്ടനും കൂടെ ചേർത്തില്ല. അതെങ്ങനെയാ? ഹരീഷേട്ടനോട് സംസാരിക്കാൻ പോയിട്ട് നമുക്ക് ഭ്രാന്ത് പിടിക്കും. ഒരാഴ്ച നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നത്തെ ആഴ്ച പോയി. കഴിഞ്ഞ ദിവസം എൻ്റെ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഭ്രാന്ത് പിടിച്ചു. പാതിരാത്രി സമയത്ത് ശല്യം ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട്
ദേഷ്യപ്പെട്ട് ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് ചോദിച്ചു എന്നാ വിളിച്ചതെന്ന് ചോദിച്ചു. കഴിഞ്ഞ ദിവസം. നിധി പറഞ്ഞു അതെ, ഹരീഷിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഹരീഷിന് വലിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുമായിരുന്നു, അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു. പ്രശ്നമോ? എന്ത് പ്രശ്നം? അല്ല അപ്പോൾ ഹരീഷ് ഒന്നും പറഞ്ഞില്ലേന്ന് ചോദിച്ചു നികേഷ്. ഇല്ല പറഞ്ഞിട്ടില്ല. അത് പിന്നെ. അപ്പോഴേക്കും നിധി പറഞ്ഞു എന്താന്ന് വെച്ചാണ്ടല്ലോ സുധീഷിൻ്റെ അപകടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ സുധീഷിനെ അന്വേഷിച്ച് പോയിരിക്കുമെന്ന് എല്ലാവരും. നികേഷ് പറഞ്ഞു അത് പറയണോ നീതി അടുത്തെന്ന് ചോദിച്ചു. പറയാതെ പിന്നെ നീ ഇത് കാര്യങ്ങളൊക്കെ അറിയണ്ടെന്ന് ചോദിച്ചു. നീത് പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, കാര്യം എന്താ വെച്ചാൽ പറയാൻ പറഞ്ഞു. ഒടുവിലാണ് തൻ്റെ വീട്ടുകാർ ചെയ്ത ചതിയെക്കുറിച്ചും സുധീഷിനെ തേടി സുഭാഷ് ഹരീഷും എല്ലാവരും കൂടെ പോയതിനെക്കുറിച്ചും അവസാനം പാതിരാത്രി കഴിഞ്ഞപ്പോൾ കണ്ടെത്തിയ കാര്യമെല്ലാം പറയണേ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നീത് പറഞ്ഞു എങ്കിൽ പിന്നെ അവനെ ഞാൻ വിളിക്കുമ്പോൾ അവനൊന്ന് പറഞ്ഞാൽ പോരെ. നികേഷ് ചോദിച്ചു അപ്പോൾ ആ രാത്രി നീതുവാണോ വിളിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു. അതെ. വെറുതെ അല്ല ഹരീഷേട്ടൻ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചെന്ന് പറഞ്ഞു. എറിഞ്ഞു പൊട്ടിച്ചോ? അതെ. ദേഷ്യം വന്നു കഴിഞ്ഞപ്പോൾ തെരുതെരെ വിളിച്ചുകൊണ്ടിരിക്കുമല്ലേ, കുറേ തവണ പറയുന്ന കേട്ടു ഫോൺ വിൽക്കാനായിട്ടൊക്കെ. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് വേറെ ഒരാളാന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. നീത് പറഞ്ഞു എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തുണ്ടായിരുന്നില്ല, അറിയുമായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ വിളിക്കുമായിരുന്നോ, എന്നോട് ഉള്ളത് തുറന്ന് പറയണ്ടേന്ന് ചോദിച്ചു. നികേഷ് പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നീത് പറഞ്ഞു കഷ്ടമായി പോയി, ഞാനിതൊന്നും അറിയത്തില്ലാതെ ഹരീഷിനെ കുറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞു. നീതി പറഞ്ഞു കോഫി കുടിക്കാൻ പറഞ്ഞു. കോഫി കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നീതി പറഞ്ഞു ഉള്ളത് പറയാലോ, ഇതിനെ മധുരവും കുറച്ച് കുറവാണ്, അത് മാത്രമല്ല കടുപ്പും കുറച്ച് കൂടിപ്പോയി, ഇത്രയും കടുപ്പത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പം സമയമില്ല, ഇനി വരുമ്പോൾ ഞാനേ കോഫി ഇടാനായിട്ട് പഠിപ്പിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ നികേഷ് നല്ല ദേഷ്യം വന്നു. തൻ്റെ അടുത്തമ്മയെ കുറ്റം പറഞ്ഞാൽ ഇഷ്ടപ്പെടുവോ? നീതും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു നല്ല കോഫി കേട്ടോ നിധി അടുത്തി, അവർ വെറുതെ പറയണ, വെറുതെ അല്ല ഹരീഷാണ് അവരെ ചീത്ത പറയുന്നത്, അവരുടെ അഹങ്കാര വർത്താനം കണ്ടോ. നീതി പറഞ്ഞു സാരമില്ല പോട്ടെ, അവരുടെ സ്വഭാവം അതെന്ന് പറഞ്ഞു, കാര്യമാക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ സുഭാഷ് പണി കഴിഞ്ഞു വന്നു, കൂടെ ഹരീഷ് ഉണ്ടായിരുന്നു. സുഭാഷ് വന്നിട്ട് ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ടാ, കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പനി ഇപ്പം എനിക്ക് നല്ല ഭേദമുണ്ട്, നിധി അടുത്തി മെഡിസിൻ വാങ്ങിപ്പിച്ച് തന്നായിരുന്നു, പിന്നെ കൃത്യസമയത്ത് ഭക്ഷണവും വെള്ളവും എല്ലാം കൊണ്ടു തന്നു, അതുകൊണ്ട് നന്നായിട്ട് ഭേദമായെന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ജോലി സ്ഥലത്ത് നിൽക്കുന്ന സമയത്തും എന്തായി തീരുമെന്ന് ഓർത്തിട്ട്. ഈ സമയത്ത് നിധിയുടെ ഫോൺ ബെല്ലടിച്ചു. നിധി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു മുറിയിലേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷിനോട് നികേഷ് പറഞ്ഞു എൻ്റെ ഹരീഷ് ഏട്ടാ നിധിയുടെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. ദേ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിധിയുടെ വില എന്താണെന്ന് മനസ്സിലാകുന്നത്, എത്ര കാര്യമായിട്ട് എന്നെ നോക്കിയെന്നറിയോ, ഒരു പനി വന്നു കഴിഞ്ഞപ്പോഴത്തേനും. സുഭാഷ് പറഞ്ഞു എന്നാലും നിധി നോക്കിയില്ലോടാ, ഇപ്പോഴൊരു സമാധാനം എനിക്കായത്, നിധി രാവിലെ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞപ്പോൾ എനിക്കറിയായിരുന്നു അവൾ നന്നായിട്ട് നിന്നെ നോക്കൂന്നൊക്കെ അവളെ. നികേഷ് പറഞ്ഞു അതിനൊരു ഭാഗ്യം വേണം, കണ്ടില്ലേ ഇന്ന് ശരിക്കും ഞാൻ നിധിയടുത്തിൻ്റെ വില എന്താണെന്ന് മനസ്സിലായെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നിധി അങ്ങോട്ട് വന്നു. നിധി വന്നിട്ട് ഹരീഷിനോട് ചോദിച്ചു നീ ഇതുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. എന്ത് പ്രശ്നം? അല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ല അത് പിന്നെ മനസ്സിലായി അവളുമായിട്ട് വഴക്കുണ്ടാക്കിയല്ലേന്ന് ചോദിച്ചു. അത് പിന്നെ നിധിയെടുത്തി എത്രയെന്ന് വെച്ചാൽ കാര്യങ്ങൾ പറഞ്ഞ് അവളുടെ തലയിലേക്ക് കയറത്തില്ല, മനുഷ്യാവസ്ഥയെ പെട്ടിരിക്കണ സമയത്ത് ഫോൺ വെക്കാൻ പറഞ്ഞാൽ ഫോൺ വെക്കണ്ടേ, അപ്പം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് ദേഷ്യം വരും. നിധി പറഞ്ഞു നീ ഇതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവളോട് കാര്യങ്ങൾ നീ തുറന്ന് പറയണമായിരുന്നു, ഇന്ന പോലൊരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ പോവുകയാണ്, ഇനി എന്നെ വിളിക്കരുത്, അത്യാവശ്യം തിരക്കാന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലാവില്ലേ. അതിന് പകരം ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം നീതൊരു സ്ഥാനത്ത് ഞാനാണെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുള്ളൂ എന്ന് പറഞ്ഞു. നികേഷ് പറഞ്ഞു കൊള്ളാലോ, പെണ്ണുങ്ങളെല്ലാം ഒറ്റക്കെട്ടായില്ലേന്ന് ചോദിച്ചു. ഒറ്റക്കെട്ടായതിൻ്റെ അല്ല, ഉള്ള കാര്യം പറഞ്ഞ അപ്പം സ്നേഹത്തോടെ വിളിച്ചു കഴിയുമ്പോഴത്തേനും ആ രീതി സംസാരിക്കണ്ടേ, അല്ലെ പ്രശ്നം എന്താണെന്ന് പറയണം, ഇതൊന്നും പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയാ കാര്യങ്ങളൊക്കെ അറിയണേന്ന് പറഞ്ഞു. ഒടുവിൽ ഹരീഷ് ശരിയാ അത് ഞാൻ പറയേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഹരീഷിൻ്റെ ഫോൺ ബെല്ലടിച്ചു. നോക്കിക്കഴിഞ്ഞപ്പം സുധീഷാണ്. ഹരീഷ് ഫോൺ കൊടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. എന്താ വിളിച്ചതെന്ന് ചോദിച്ചു. അതെ ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് വരുവുള്ളൂ എന്ന് പറഞ്ഞു. ലേറ്റായിട്ടോ? അതെന്താ? അതെനിക്കൊരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞു. നീ എന്താ സുഭാഷേനെ വിളിച്ചു പറഞ്ഞില്ലേ? സുഭാഷേനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതാ നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, ഓട്ടോ ഉള്ളത് തന്നെയാണല്ലോ അല്ലേ, പിന്നെ ഞാൻ എന്തിനാ കള്ളത്തരം പറഞ്ഞ് വരാതിരിക്കുന്നത്, ഉള്ളത് തന്നെയാന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. പിന്നെ കഥ കടച്ച് കുട്ടിയിട്ട് വെച്ചേക്കരുത്, രാത്രി വന്ന് എനിക്ക് കഥ തല്ലി പൊളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതൊന്നുമില്ല, ഞാൻ കഥ തുറന്നിട്ടേക്കടാ, നീ വന്നേക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് വൈകുന്നേരത്തിനുള്ള ജോലികൾ നോക്കണം, അത്താഴത്തിനുള്ള. നിധി വന്നിട്ട് ഞാനും കൂടെ കൂടാന്ന് പറഞ്ഞു. വേണ്ട അതൊന്നും വേണ്ട, മോളോടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു. സാരമില്ല സുഭാഷ് ഏട്ടാ, ഞാനും കൂടാന്ന് പറഞ്ഞു. അതെ
നികേഷ് നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഇത്തിരി കഴിക്കണം, ഇത്തിരി കഞ്ഞിയെങ്കിലും കുടിച്ചിട്ട് കിടന്നില്ലെങ്കിലേ ശരീരം വീണു പോകുന്നു പറഞ്ഞു. പനി പിടിച്ചിരുന്നിട്ട് ആഹാരം കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു അത് ശരിയാ, ഒരു കാര്യം ചെയ്യാം, നിനക്ക് ഞാൻ ദോശ ഉണ്ടാക്കി തട്ടേന്ന് ചോദിച്ചു നിധി. വേണ്ട നിധിയടുത്തി, വേണം ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നിധി പോയി നികേഷിന് ദോശയൊക്കെ ഉണ്ടാക്കി തരുവാണ്, കൊടുക്കുവാണ്. ആ സമയത്തും നിധി സുധീഷ് വന്നില്ലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇത്ര സമയം താമസിക്കുന്നല്ലോ, നിധിയുടെ നെഞ്ചിനകത്തൊരു പിടപ്പുണ്ടായി, ഇനി മുമ്പത്തെ പോലെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.